ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ കാട്ടുകട. ഞാൻ കാട്ടുകട എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാറുള്ളൊരു സ്ഥിര സാന്നിധ്യമാണ് പാര വെക്കുന്ന അമ്മായിമാർ, പരദൂഷണം പറയുന്ന അമ്മാവന്മാർ. ഞങ്ങളുടെ നാട്ടിലും ഒരു അമ്മായി ഉണ്ട്. പക്ഷെ പാരയും പരദൂഷണമൊന്നുമല്ല, ഇവർ പ്രാക്കാണ്. ഇവരെന്ത് പറഞ്ഞാലും അച്ചട്ടാണ്. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിലെ തെങ്ങ് കൊള്ളാലാടാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലെ തെങ്ങ് വരെ മണ്ടരി കയറിപ്പോകും. അമ്മാതിരി നാക്കാണ് ഇവർക്ക്. ചേട്ടാ 7 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ ഞാനാണ്. എനിക്ക് ആകെ ഫോളോവേഴ്സ് ഉള്ളത് 70 പേരാണ്. 7 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാം എടുത്ത ഈ അമ്മായിക്ക് 700K ഫോളോവേഴ്സ് ഉണ്ട്. കാര്യം അറിയാനായിട്ട് ഇപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഞാൻ അമ്മയുടെ വീട്ടിൽ ചെന്ന് അമ്മയുടെ ഫോൺ എടുത്ത് നോക്കി. DP ഇട്ടിരിക്കണതേ നമ്മുടെ ഐശ്വര്യയുടെ കണ്ണില്ലേ, അതാണ് DP ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രൊഫൈലിൽ നിന്ന് നോക്കി, ഹൈക്കില്ലർ വർഷ 007 ഡ്യൂക്ക് അഡിക്റ്റ്. അമ്മയുടെ പേര് തങ്കമണി P എന്നാണ് കേട്ടാ. പിന്നെ ഞാൻ എടുത്ത് നോക്കി നമ്മുടെ മെസ്സേജാണ്. 2 മാസത്തെ പെൻഷൻ കാശ് പെൻഡിങ് കിടക്കണ പോലെയാണ് മെസ്സേജ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കണം. അതും ഹായ്, ഹൗ ആർ യു, സുഖമാണോ, വീട്ടിലാരൊക്കെ ഉണ്ട്. ഇതറിയാനായിട്ട് ലാസ്റ്റ് ഞാൻ സ്റ്റോറിയിലൊക്കെ ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ചാറ്റിങ് 250 രൂപ, കോളിങ് 150 രൂപ, വീഡിയോ കോൾ നില്ല്. അപ്പം ഞാൻ അമ്മായിയോട് ചോദിച്ചു, അമ്മായി ഈ വീഡിയോ കോൾ എന്താ നില്ലെന്നിട്ടിരിക്കണം? അതൊന്നും ഇല്ലടാ, പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോളോവേഴ്സ് കുറയത്തില്ലെന്ന്. ഈ വീഡിയോ കോളിനകത്ത് ഫിൽട്ടർ ഇട്ട് ചെയ്യാനുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടായെന്ന് ഈ അമ്മായിക്ക് അറിയാൻ മേല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ വീഡിയോ കോൾ അവൈലബിൾ എന്നും കൂടെ അമ്മായി ഒരു പോസ്റ്റ് ഇട്ടേനെ. അമ്മായിനെ കുറിച്ച് പറയുമ്പോൾ അമ്മായിക്ക് 2 മക്കളാണുള്ളത് കേട്ടോ. മൂത്തവൻ്റെ പേര് രാജു, രണ്ടാമത്തവൻ്റെ പേര് ബിനു. മൂത്തവൻ ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഈ നിലവിളക്കുമായിട്ട് സ്വീകരിക്കാൻ നിന്നത് ഈ അമ്മായിയാണ്. ഈ നിലവിളക്കുമായിട്ട് നിൽക്കുകയും ഈ കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ട അമ്മായി പറഞ്ഞു, നല്ല പൂവമ്പഴം പോലത്തെ കൊച്ചാണല്ലോടി നീ. പറഞ്ഞു തീരേണ്ട താമസം ഇന്നലെ മേടിച്ച പുതിയ ഫാൻ്റെ ഒരു ലീഫ് ഇളകി കൊച്ചിൻ്റെ കവളത്ത് തലോടി ഒരു ഒറ്റ പോക്ക. ഈ 6-ാം നമ്പർ സിനിമ കണ്ടിട്ടില്ലേ, അതിന് നെപ്പോളിയൻ്റെ വെട്ട് കൊണ്ട മോഹൻലാലിൻ്റെ അവസ്ഥയാണ് ഈ പെങ്കൊച്ചിൻ്റെ കവളത്ത്. ഇവിടെ നീട്ടത്തിലൊരു വെട്ടിൻ്റെ പാടും 8 സ്റ്റിച്ചും. പിന്നെ രണ്ടാമത്തൊരു മകനുണ്ട്, ഇവൻ ഇരട്ടപ്പിള്ളേരാ. ഇവൻ്റെ എപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ പിള്ളേരെപ്പോഴും ഒന്നായി കാണണം, ഒന്നായി നടക്കണം, ഒന്നായി ഇരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. ഇത് കണ്ടിട്ട് ഈ അമ്മായി അപ്പുറത്തെ പെട്ടിക്കടയിൽ പോയിട്ട് 2 ബണ്ടിൽ ഫെവിക്വിക്കും മേടിച്ച് പിള്ളേരെ ഒട്ടിക്കാൻ നടക്കുമായിരുന്നു. ആ പുള്ളിക്കാരൻ കണ്ടതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മായിനെ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ഞാൻ ടൗണിൽ കൂടെ പോകുമ്പോൾ റോഡിൽ നിൽക്കണ ഈ അമ്മായി. അപ്പം ഞാൻ ചോദിച്ചു, അമ്മായി എവിടെ പോണു? എടാ ഞാനൊന്ന് മൃഗാശുപത്രി വരെ പോകേടാ. അതെന്തിനാണ് അമ്മായി മൃഗാശുപത്രി പോണത്? നിങ്ങളുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ. അല്ല അതുകൊണ്ടല്ലേടാ, സർക്കാർ ആശുപത്രിയിലെ മരുന്നൊക്കെ കഴിച്ച് ഞാൻ മടുത്ത്, ഇനി മൃഗാശുപത്രിയിലെ മരുന്നൊന്ന് ട്രൈ ചെയ്യാനാ. നീ എന്നെ ഒന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഈ അമ്മായിനെയും ബൈക്ക് വെച്ച് നേരെ പോവുക. അപ്പം എൻ്റെ ഓടിക്കലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടേ ഈ അമ്മായി പറയാ, എടാ നിന്റെ ഓടിക്കൽ നല്ല സൂപ്പറാണ് കേട്ടാ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്രണ്ട് പൊക്കിക്കൊണ്ട് ഓടിക്കും, അല്ലെങ്കിൽ ബാക്ക് പൊക്കിക്കൊണ്ട് ഓടിക്കും. നീ കറക്റ്റ് വേവ് ലെങ്തിലാണ് പോണത്. അമ്മായിയുടെ നാക്കല്ലേ, ഫ്രണ്ടിലത്തെ കട്ടറി വീണ്ടും ഞാൻ റോഡിൻ്റെ നടുക്കും, അമ്മായി അപ്പുറത്തെ പാടത്തും. ഈ പാടത്ത് നീ ആമ തലവെക്കണ പോലെ തലവെക്കിട്ട് ഈ തള്ള പറയണേ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചതേ നിന്റെ മേത്ത് വല്ല പെട്ടിവണ്ടിയും കയറി കാണുന്നു. തള്ളയുടെ നാക്കല്ലേ, പുറകെ വന്ന പെട്ടിവണ്ടി എൻ്റെ 2 കാലിലും കൂടെ ഏട്ട കയറിപ്പോയത്. അന്ന് അവർ ടിപ്പറങ്ങാനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കൺസെപ്റ്റ് ടൈമിൽ എനിക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. അമ്മായിനെ കുറിച്ച് പറയുമ്പോൾ അമ്മായിയുടെ കൊച്ചുമാനെ കുറിച്ചും പറയണം. ഇവൻ്റെ പേര് ബൂച്ചിട്ടേന്നാണ്, ഞെട്ടിയില്ലേ? പക്ഷെ ഇവൻ്റെ പേര് ജിഷ്ണു ബാബു TC എന്നാണ്. പണ്ട് സച്ചിൻ്റെ ഒരു പരസ്യമുണ്ട്, ബൂസ്റ്റിൻ്റെ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് ഇവൻ പറഞ്ഞു വന്നപ്പോൾ ബൂച്ചിട്ട, ചീക്കട്ട, മാഞ്ചിയം അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് ഇവനെ ബൂച്ചിട്ട എന്ന് വിളിക്കണം. ഇവനൊരു സൈക്കോഡ് കേട്ടാ. ഇവന് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്തുനിന്ന് ഈ വാങ്ങിച്ചവർ തന്നെയും പിന്നെയും വന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിൻ്റെ അടുത്ത് എന്താണ് ഈ വാങ്ങിച്ചവർ തന്നെയും പിന്നെയും വന്ന് വാങ്ങിക്കണത്? പ്രവീൺജി ബിസിനസ്സാണ്, നിങ്ങളായതുകൊണ്ട് പറഞ്ഞു തരാം. അത് എന്ത് ബിസിനസ്സാണ് അത് പറ. ഞാൻ ഈ മീൻ കൊടുക്കാൻ നേരത്തെ തലക്കെട്ടൊരു ഞെക്ക് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവന്മാർ കൊണ്ട് പുതിയ അക്കോരത്തിടും, 10 സെക്കൻഡ് കഴിയുമ്പോൾ മീൻ ചത്തുപോകും. അപ്പൊ ഇവന്മാരോർക്കും വെള്ളത്തിന്റെ കുഴപ്പമാണെന്ന്. ഇവന്മാർ പിന്നെയും വരും, മീൻ മേടിച്ചിട്ട് പോകുമ്പോൾ ഇവൻ ഞെക്ക് കൊടുത്തു വിടും, 10 സെക്കൻഡ് കഴിയുമ്പോൾ ചത്തുപോകും. ഇത് ബിസിനസ്സാണ്, നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന്. പിന്നെ ഞങ്ങൾ ഈ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി, നല്ല വൈബാണ്. അപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം കരിക്ക് കഴിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്കൊരു കരിക്കും വെള്ളം കുടിക്കണമെന്നുണ്ട്, എനിക്കൊരു കരിക്കിട്ട് തരുവാന്ന്. അപ്പൊ ഇവൻ പറയാണ്, എൻ്റെ പൊന്നു പ്രവീൺജി നിങ്ങൾക്കറിയാമല്ല, എനിക്ക് തെങ്ങേ കയറാനൊന്നും അറിയാൻ മേല, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് തരത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്കിതിൽ കരിക്ക് ഏതാണ് തേങ്ങ ഏതാണെന്ന് അറിയാൻ മേല, അതുകൊണ്ടാണ്. ഇത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ കയറിയിട്ടേന്. പറഞ്ഞു തീരേണ്ട താമസം ഈ പകയെ നേരെ മണ്ടേ കയറിയിട്ട് ഇത് കരിക്ക് ഇത് തേങ്ങ. ഇറങ്ങി വന്നിട്ട് പറയണേ, എനിക്ക് ഒന്നും തോന്നരുത്, എനിക്ക് തെങ്ങേ കയറാൻ അറിയാൻ മേലഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് തന്നേനെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇവന് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ ഇവനെ കാർ ഓടിക്കാൻ വേണ്ടി ചേർത്ത്.
2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കാലെ വലിയ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ഞൊണ്ടി വരുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചേട്ടാ? ഒന്നും പറയണ്ടടാ, ജിഷ്ണു ബാബു ടി സി ഒന്ന് കാർ ഓടിക്കാൻ പഠിച്ചതാണെന്ന്. അല്ല, അതിന് ചേട്ടന്റെ കാലിന് എന്താ ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ കിടക്കണം? എടാ, ഇവൻ കിടക്കപ്പായ കിടന്ന് ഗിയർ ചെയ്യുകയും ചെയ്യണത് എന്റെ വലത്തെ കാല് വെച്ചാണെന്ന്. 4ാമത്തെ ഗിയർ ഇട്ടതാ, 2 എടുത്താ പൊട്ടലി. അന്നേരം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇവനെങ്ങാനെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിരുന്ന എൻ്റെ ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. പിന്നെ അടുത്ത വേറൊരു കാര്യം കൊണ്ട് ഇവൻ സൈക്കോ ആണെന്ന് പറയാനുള്ള കാരണം, ഇവനെ പത്രത്തിലൊരു പരസ്യം കണ്ട് പൊറോട്ട തൊണ്ടയിൽ കുടുങ്ങിയ ഒരു യുവാവ് മരിച്ചെന്ന്. ഇത് കേട്ട ഇവൻ പൊറോട്ടയുടെ 4 ചുറ്റിനും മറ്റേ നൂല് കെട്ടിയിട്ടാ ഇപ്പൊ പൊറോട്ട കഴിക്കണം. ചോദിച്ചപ്പോൾ പറയണേ, തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചെടുക്കാല്ലാന്ന്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇവന്റെ കൈയൊന്ന് തെറ്റി കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന് ഒരു കോള് പോയി. ഫയർഫോഴ്സുകാർ വരുമെന്ന് പേടിച്ചിട്ട് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് തിണ്ണെ കുത്തിയിരുന്നവൻ്റെ ഒരു അമ്മുമ്മേനെ എടുത്ത് ഇവൻ കിണറ്റിയിട്ട് പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് പൂരമീനൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കില്ലേ കേട്ടോ. അതുപോലെയാണ് ഈ അമ്മച്ചിനെ എടുത്ത് കരക്കി വെച്ചത്. അതും പോട്ടെ എന്ന് വെക്കാം. ഇവൻ പുതിയൊരു ഐഫോൺ മേടിച്ച്, ഈ ഐഫോൺ മേടിച്ചിട്ട് ഇവൻ 2 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഐഫോൺ എടുത്ത് താഴെ ഇട്ടിരിക്കുക. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയണേ, എയ്റോപ്ലെയിൻ മോഡിട്ട് ഫോൺ താഴിട്ട് ആ ഫോൺ നിന്ന് പറക്കുമെന്ന് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഇതെല്ലാം സഹിക്കാം. ഈ സസ്യങ്ങളും മരങ്ങളും നമുക്ക് എന്താ തരുന്നത്? ഓക്സിജൻ. ഇത് കേട്ട ഇവൻ ശ്വാസം മുട്ടലായിട്ട് കാരണം ഇവന്റെ അപ്പൂപ്പന്റെ മൂക്കിലും വായിലും 2 കൊട്ട പുല്ല കുത്തിക്കയറ്റി വെച്ചത്. ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ ഹോസ്പിറ്റലിലും ഇവനങ്ങ് പ്രാന്താശുപത്രിയില്ല. ഇവൻ വന്നിട്ട് വേണം അടുത്തൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് ഇവിടെ വരാൻ. താങ്ക് യു. Once upon a time